അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 205. കുഞ്ഞ, വാത്സല്യത്തോടെ അഗ്നി വിളിച്ചു. എല്ലാരും റെഡിയായി ദേവേട്ടാ, പോവാ. ശബ്ദമിടറാതിരിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ഇടറുക തന്നെ ചെയ്തു. അഗ്നിക്ക് ആ പെണ്ണിനോട് വല്ലാതെ സ്നേഹം തോന്നിപ്പോയി. എല്ലാരും റെഡിയായി, പോവാൻ തുടങ്ങുക, അവൻ പറഞ്ഞു. അവളുടെ ചുണ്ട് ആ നിമിഷം വല്ലാതെ വിതുമ്പിപ്പോയത് അവളെ നോക്കാതെ തന്നെ അഗ്നിക്ക് അറിയാമായിരുന്നു. അവന്റെ കൈകൾ അവളിൽ മുറുകി. കരയാണോ? ഉഹും, അല്ല, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അഗ്നി പെട്ടെന്ന് അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. കണ്ണൊക്കെ ചുവപ്പിച്ച് കവിളുകൾ സങ്കടം കൊണ്ട് വിങ്ങി നിൽക്കുന്നവളെ കാണവേ അവനും വേദന തോന്നി. എന്തിനാ കരയുന്നേ? അലിവോടെ അഗ്നി ചോദിച്ചു. നിക്ക് ഇവിടുന്ന് പോവാൻ തോന്നണില്ല ദേവേട്ടാ, കണ്ണു നിറച്ച് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അഗ്നി അവളുടെ പുറത്ത് തട്ടി പതിയെ ആശ്വസിപ്പിച്ചു. നേരം അല്പം മുന്നോട്ട് പോയതും അവളുടെ കരച്ചിലിന് അല്പം ആശ്വാസം തോന്നി. കുഞ്ഞാ, അവൾ മൂളി. വിഷമിക്കണ്ടാട്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. പക്ഷെ ഇനി വരുമ്പോ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. അതാണ് അവളുടെ സങ്കടം. പരസ്പരം സ്നേഹിക്കുന്ന ആ ആളുകൾക്കിടയിൽ നിന്നും അകന്നു പോവാൻ അവൾക്ക് അത്രയും സങ്കടം ഉണ്ടായിരുന്നു. അഗ്നി അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ച് ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എല്ലാരും ഉണ്ടാവില്ല, എല്ലാവർക്കും തിരക്കുകളില്ലേ. ഇനി അടുത്ത പൂരം വരണം എല്ലാരും ഇങ്ങനെ ഒത്തുകൂടാൻ, അഗ്നി പറഞ്ഞു കൊടുത്തു. അവൾ വിഷമത്തോടെ അവനെ നോക്കി. എങ്കിലും അവളോട് സംസാരിച്ച് സംസാരിച്ച് അവൻ അവളുടെ ഉള്ളിലെ സങ്കടം എങ്ങനെയൊക്കെയോ മായ്ച്ചു കളഞ്ഞു. പക്ഷെ തേങ്ങൽ അപ്പോഴും നിന്നിട്ടില്ല. അതെ, ഇങ്ങനെ കരഞ്ഞു പിടിഞ്ഞു നിന്നിട്ട് പനിയൊന്നും വരുത്തി വെക്കല്ലേട്ടോ. അവിടെ പോയാൽ നീ പനിച്ചു കിടന്ന എല്ലാം എങ്ങനെ നടക്കും? അവളുടെ നേരിയ സങ്കടം പോലും മാറ്റാനായി അവൻ കുറുമ്പോടെ ചോദിച്ചു. ജ്വാല സംശയത്തോടെ അവനെ നോക്കി. എവിടെ പോയാ? അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ആഹാ, ഇത്രയും പെട്ടെന്ന് മറന്നോ? നമ്മളിനി കൗസ്തുഭത്തിലേക്കല്ലല്ലോ, മംഗലത്തേക്കല്ലേ പോകുന്നേ. അപ്പോ നീ ഇങ്ങനെ വയ്യാതെ കിടന്നാ ഞാൻ എന്തു ചെയ്യൂടി? അതുകൊണ്ട് അതൊന്നും വേണ്ട കേട്ടോ, എന്റെ പ്ലാന് മുഴുവൻ തെറ്റും. കണ്ണിൽ കുറുമ്പ് നിറച്ച് അവൻ പറയവേ ഒരു വേള അവളുടെ ശ്വാസം പോലും നിലച്ചുപോയി. അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കരയാൻ പോലും മറന്നുകൊണ്ട് അവനെ മിഴിച്ചു നോക്കിയവൾ. അത് കണ്ട് അഗ്നി ഒന്ന് ചിരിച്ചു. എന്തേ? ഒന്നുമില്ല, അവൾ വിക്കി. അത് കണ്ട് അവന് ചിരി പൊട്ടി. ഇങ്ങനൊരു പെണ്ണ്, എൻ്റെ പൊന്നു കുഞ്ഞ, ഇനിയും ഇവിടെ വിശേഷങ്ങൾ വരും. അന്നും ഇതുപോലെ എല്ലാവരും ഒത്തുകൂടും. അപ്പൊ നമുക്ക് വരാം, അതോർത്ത് സങ്കടം വേണ്ട കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാല പുഞ്ചിരിച്ചു. ഗുഡ്, നീ ഇങ്ങനെ എപ്പോഴും ചിരിച്ചു കാണുന്നതാ എനിക്കിഷ്ടം. അതുകൊണ്ട് ഈ കരച്ചിലൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ മംഗലത്തേക്കാണെന്ന്. അഗ്നി പറഞ്ഞതും ജ്വാല തലയാട്ടി. പോയി മുഖമൊക്കൊന്ന് കഴുകിയിട്ട് ഈ കണ്ണൊക്കെ ഭംഗിയിലെഴുത്. ആരെയും സങ്കടപ്പെടുത്താതെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാ. അവൻ അവളുടെ കവിളി തഴുകി. അമ്മമ്മ പോയോ? അവള് ചോദിച്ചു. ഇല്ല, അമ്മമ്മ വൈകുന്നേരമാവും പോവാൻ. നമുക്കൊപ്പം വരുന്നോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അവളെ പതിയെ ബാത്റൂമിലേക്ക് തള്ളിക്കൊണ്ടുപോയി അഗ്നി പറഞ്ഞു. ജ്വാല മുഖം കഴുകി തിരികെ വന്നു. അവള് കണ്ണെഴുതുന്നതും പൊട്ടുവെക്കുന്നതും എല്ലാം അഗ്നി നോക്കിയിരുന്നു. പോവാ? അവള് റെഡിയായി കഴിഞ്ഞതും അവൻ ചോദിച്ചു. പോവാ, അവളും പറഞ്ഞു. അഗ്നി അവളെ ചേർത്ത് പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു. ജ്വാല ഒരിക്കൽ കൂടി അവരുടെ റൂമിലേക്ക് നോക്കി. വീണ്ടും സങ്കടം തോന്നിയതും ഒരു നെടുവീർപ്പോടെ അഗ്നിയെ തിരിഞ്ഞു നോക്കി. നമുക്കിനി വരാടി പെണ്ണെ, അവളെ സമാധാനിപ്പിച്ച് വാതിലടച്ചു അഗ്നി. താഴേക്കിറങ്ങി വരുമ്പോൾ അവരെ കാത്തുന്നത് പോലെ കൗസ്തുഭം കുടുംബം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സങ്കടമാണ്. എങ്കിലും ആ വിഷമം മറച്ചുപിടിച്ച് എല്ലാവരും പുഞ്ചിരിച്ചു. എല്ലാവരോടുള്ള യാത്ര പറച്ചിൽ കഴിഞ്ഞ് തിരികെയുള്ള യാത്രയിലായിരുന്നു അഗ്നിയും മറ്റുള്ളവരും. അഗ്നിയും ജ്വാലയും മംഗലത്തേക്കുള്ള വഴിയിലായിരുന്നു. ജ്വാല വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ സങ്കടത്തിലായിരുന്നെങ്കിലും എപ്പോഴും അങ്ങനെ ഇരുന്ന് അവൾ ഉറക്കം പിടിച്ചിരുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷം സ്വന്തം ഭൂമിയിലേക്കും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും തിരിച്ചെത്തിയത് ജ്വാല പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. കണ്ണുകൾ തുറന്നരാ നിമിഷം അവളുടെ മുഖം വല്ലാതെ വിടർന്നുപോയി. മംഗലത്ത് തറവാട്. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഉള്ളം വല്ലാതെ തുടിച്ചു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയപ്പോൾ അഗ്നി ഡോറ് തുറന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവളും പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ആ ഒരു നിമിഷം അവളെ പുലുകിക്കൊണ്ട് ഒരു ഇളന്തന്നൽ കടന്നുപോയ നിമിഷം ജ്വാലയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ആ കാറ്റിനെ പുലുകും പോലെ അവൾ ചേർത്ത് പിടിച്ചു. അത് തൻ്റെ അച്ഛനും അമ്മയാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ സന്തോഷം അറിയിക്കുക, അതവൾക്ക് ഉറപ്പായിരുന്നു. അഗ്നി ആ സമയം കൊണ്ട് കാറിലെ ലഗേജ് എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. എങ്കിലും അവൻ കണ്ടു ജ്വാലയുടെ നിൽപ്പ്. എന്തോ കുഞ്ഞൊരു സങ്കടം തോന്നിയെങ്കിലും
അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. ജ്വാല കണ്ണുകൾ തുറന്നു. കണ്ണിൻ മുന്നിൽ അഗ്നി. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അച്ഛയമ്മേ, ഞാൻ വന്നതിന്റെ സന്തോഷം അറിയിക്കുക ദേവേട്ടാ. നിഷ്കളങ്കമായി അവള് പറഞ്ഞതും അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. വാടാ, നമുക്ക് അകത്തേക്ക് പോവാ. ഫോണിൽ ആരെയോ വിളിക്കുന്നതിനൊപ്പം അഗ്നി പറഞ്ഞു. ദേ വരണു, ഞാനാദ്യം അച്ഛയമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൾ വേഗം അസ്ഥിത്തറയ്ക്ക് അടുത്തേക്ക് നടന്നു. അഗ്നി അവളെ തടഞ്ഞില്ല. ജ്വാലയുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. ഒപ്പം കണ്ണുകൾ വിടർന്നു. ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും വീടും പരിസരവും അത്രയും വൃത്തിയിൽ തന്നെയുണ്ട്. ചുറ്റും കാട് പിടിച്ചിട്ടില്ല. എല്ലാം വൃത്തിയായി വെച്ചിരിക്കുന്നു. എല്ലാം അഗ്നിയുടെ പണിയാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവനോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോയി അവൾക്ക്. പതിയെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ പോയി നിന്നപ്പോൾ മുല്ലപ്പൂവിൻ്റെയോ മറ്റോ നല്ല സുഗന്ധം. ജ്വാലയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും വിടരുകയാണ്. ചുറ്റും എന്തൊക്കെയോ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയിൽ പൂക്കളുണ്ട്. നല്ല മണം. ജ്വാല ശ്വാസം ഒന്നുകൂടി അകത്തേക്ക് വലിച്ചെടുത്തു പോയി. അച്ഛേ, അമ്മേ, മുത്തു വന്നു കേട്ടോ. ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും നിങ്ങൾക്കൊപ്പം. കൂടെ എൻ്റെ ദേവേട്ടനുണ്ട് കേട്ടോ. ജ്വാല സീതയോടും ഭദ്രനോടും വിശേഷങ്ങൾ പറയുകയാണ്. പിന്നെണ്ടല്ലോ, ദേവേട്ടൻ്റെ തറവാട്ടിൽ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി അമ്മേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി. മുന്നിൽ അച്ഛനും അമ്മയും നിൽക്കുന്നത് പോലെയാണ് ആ പാവം പെണ്ണിൻ്റെ സംസാരം. കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. അച്ഛയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഹാപ്പി ആയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് സന്തോഷം തന്നെ ആവുമെന്ന്. കുറുമ്പ് പിടിച്ച മുഖത്തോടെ ചോദിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ജ്വാല. എൻ്റെ അമ്മ ഒത്തിരി സങ്കടം അനുഭവിച്ചു എന്നറിയാം. എല്ലാത്തിനും എൻ്റെ ദേവേട്ടൻ പകരം ചോദിക്കൂട്ടോ. ഒന്നും ഒന്നും മറന്നിട്ടില്ല ഞാൻ. എൻ്റെ അച്ഛയമ്മയെ എന്നീന്ന് അകറ്റിയില്ലേ? എന്നാരും ഇല്ലാത്തവളാക്കിയില്ലേ? അതിന് അതിന് അവർക്കുള്ളത് ഉറപ്പായിട്ടും കൊടുക്കും. തേങ്ങിക്കൊണ്ട് ജ്വാല എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി. അവൾ കരയുന്നത് ആ ആത്മാക്കൾക്കും സഹിച്ചു കാണില്ല. ഒരിളം തെന്നലായി അവരവളെ തലോടുമ്പോൾ ജ്വാലയുടെ സങ്കടം കൂടിയതേയുള്ളൂ. പക്ഷെ പെട്ടെന്ന് ആ തെന്നൽ കടന്നുപോയി. ഒപ്പം പുറകിൽ അത്രമേൽ പരിചിതമായ ഗന്ധം. ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു. ഒറ്റയടിക്ക് ഇങ്ങനെ പരാതി പറഞ്ഞ് തീർക്കല്ലേ എൻ്റെ കുഞ്ഞാ. ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ, നമുക്ക് പതിയെ പറയാന്നേ. അഗ്നി ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനിലേക്ക് ചേർന്ന് നിന്ന് ഒന്ന് ചിരിച്ചതേയുള്ളൂ. പക്ഷേ അവൾ കരയുകയാണെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. അഗ്നി അവളിൽ നിന്നും പിടിവിടാതെ തന്നെ സീതയുടെയും ഭദ്രന്റെയും അസ്ഥിത്തറയിലേക്ക് നോക്കി. അച്ഛൻ്റെ അമ്മയുടെ ഈ മോളുണ്ടല്ലോ, ഇപ്പോഴും ഒരു പൂച്ചക്കുട്ടി തന്നെയാ. പിന്നെയും കുറച്ച് കുറുമ്പുള്ളത് എന്നോടാ. എന്നാലും ഈ പെണ്ണിനെ ഇത്രയും പാവാക്കി വളർത്തണ്ടായിരുന്നു. അവൻ ജ്വാലയെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് അവരോടായി പറഞ്ഞു. ഞാനത്ര പാവൊന്നല്ല കേട്ടോ. അത് കേട്ട് ജ്വാലയുടെ ചുണ്ടു കൂർത്തു. അഗ്നി ഒന്ന് ചിരിച്ചു. അതെ അതെ, പാവൊന്നുമല്ല. അവൻ അപ്പോഴും പെണ്ണിനെ കളിയാക്കുകയാണ്. ജ്വാലയുടെ കവിൾ കുത്തി വീർത്തു. പോതേവേട്ട. അവൾ അവനോട് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ കൈതട്ടി മാറ്റി ഉമ്മറത്തേക്ക് പോയി. അഗ്നി ആ കാഴ്ചയിൽ നേർമയായൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അസ്ഥിതറയിലേക്ക് നോക്കി. ഞാൻ നോക്കിക്കോളാം, ഒരു സങ്കടം വേണ്ട നാലാൾക്കും, അഗ്നി പറഞ്ഞു. ജ്വാലയെ തലോടിയ കാറ്റ് തന്നെയും ഒന്ന് തഴുകിയോ? അഗ്നിക്ക് അങ്ങനെ തോന്നി. അവൻ ഒരിക്കൽ കൂടി ആ 4 പേരെ ഒന്ന് നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. എന്നാൽ സിറ്റ് ഔട്ടിലേക്ക് കയറാതെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ അവന് ചിരിയും വന്നു. അവരുടെ ലഗേജ് എല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുന്ന അല്പം പ്രായം ചെന്ന ആളെ ആരാണെന്നറിയാതെ സൂക്ഷിച്ചു നോക്കുകയാണ് ജ്വാല. എന്താടി പെണ്ണെ നോക്കുന്നേ? അഗ്നി അവൾക്കടുത്തേക്ക് വന്നു. അതാരാ ദേവേട്ടാ? അതോ, അത് വിജയേട്ടൻ. ഇവിടെയൊക്കെ നോക്കാൻ ഞാൻ ഏർപ്പെടുത്തിയ ചേട്ടനാ. പറയുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കാര്യസ്ഥനെന്നൊക്കെ പറയാ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആ വിജയേട്ടനാ. അഗ്നി അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ആണോ? അപ്പോ ആളാണോ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തേ? ജ്വാലയ്ക്ക് അടുത്ത സംശയം. ആ, ചേട്ടൻ അതിനായി പണിക്കാരെ ഏൽപ്പിച്ചിരുന്നു. അത് പോട്ടെ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, അകത്തേക്ക് പോവാ. അഗ്നി ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവളുമായി അകത്തേക്ക് നടന്നു. അവളും സന്തോഷത്തോടെ സിറ്റ് ഔട്ടിലേക്ക് കയറി. വിജയേട്ടൻ വന്ന് അവളെ പരിചയപ്പെട്ടു. അവളും അയാളോട് സംസാരിച്ചു. എല്ലാം ഒതുക്കി വെച്ച് അയാൾ പോയതും ആ വീട്ടിൽ ജ്വാലയും അഗ്നിയും മാത്രം തനിച്ചായി. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടോ അതോ പേടിയില്ലാതെ എല്ലായിടത്തേക്ക് നോക്കാൻ കഴിയുന്നതുകൊണ്ടോ ജ്വാലയുടെ ഓർമ്മകൾ മുഴുവൻ അവളുടെ കുട്ടിക്കാലത്തായിരുന്നു. മങ്ങിയ കാഴ്ചകളിൽ അച്ഛനും അമ്മയും, വളർന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും, ആ 4 പേർ പകർന്നുകൊടുത്ത സ്നേഹം. അതിൽ വളരെ നേരിയ ഓർമ്മ മാത്രമുള്ളത് അച്ഛനും അമ്മയും തന്ന സ്നേഹം മാത്രമാണ്. എങ്കിലും ആൽബത്തിൽ കണ്ട ഫോട്ടോകളെല്ലാം ഒരു ദൃശ്യം പോലെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തിനോ സങ്കടം തോന്നി. പക്ഷേ ആ നേരിയ സങ്കടം പോലും അവൾക്ക് നൽകാൻ അവൻ സമ്മതിക്കുമായിരുന്നില്ല.
പുറകിൽ നിന്നും പുണർന്നു വന്ന കൈകൾ അത് ജ്വാലയെ ഓർമ്മിപ്പിച്ചു. അവൾ കണ്ണു നിറച്ചൊരു പുഞ്ചിരിയോടെ അഗ്നിയെ തലചരിച്ചു നോക്കി. അതേസമയം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നിരുന്നു. ജ്വാല പുഞ്ചിരിയോടെ ആ നെഞ്ചിലേക്ക് ചാരി. ഈ കരച്ചിൽ കാണാൻ വേണ്ടിയല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രം വേണ്ട. ഇനി കരയുന്നത് ഞാൻ കാണരുത്. അവളെ പതിയെ തിരിച്ചു നിർത്തി കണ്ണുനീർ തുടച്ചു കൊടുത്ത് അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ജ്വാല തലയാട്ടി. എന്നാ എൻ്റെ ഭാര്യ പോയി ഐശ്വര്യമായിട്ട് എനിക്കൊരു ചായ ഇട്ട് കൊണ്ടുതാ, അവൻ പറഞ്ഞു. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ? അവൾക്ക് സംശയം. എല്ലാം ഉണ്ട്. ഇന്നു മുതൽ കുക്കിംഗ് എല്ലാം നീ തന്നെ ചെയ്യണ്ടേ? അതുകൊണ്ട് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, അഗ്നി കുറുമ്പോടെ പറഞ്ഞതും ജ്വാല കണ്ണും പിഴിച്ച് അവനെ നോക്കി. ഞാനോ? പിന്നല്ലാതെ ഞാനോ? അവൻ അപ്പോഴും ഒരു കള്ളച്ചിരി. എനിക്ക് ചായ അല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ദേവേട്ടാ. പിന്നെ ദോശ ചുടാൻ അറിയാം, പപ്പടം കാച്ചാനും അറിയാം, പിന്നെ ബാക്കി ജോലിയൊക്കെ ചെയ്യാം. പക്ഷെ കിച്ചണില് അതത്ര അറിഞ്ഞൂടാ. അവൾ ചുണ്ട് പിളർത്തി. അല്പം ടെൻഷൻ തോന്നി. ഇങ്ങോട്ട് തനിച്ചു പോരുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തില്ലല്ലോ. വല്ലതും പഠിച്ചു വെക്കണമായിരുന്നു. അവൾ കൈകൾ പരസ്പരം കോർക്കഴിക്കുകയും ചെയ്തു. അത് കണ്ട് അഗ്നിക്ക് പാവം തോന്നി. നീ ഇപ്പൊ പോയൊരു ചായ ഇട്ടിട്ട് വാ പെണ്ണേ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞതും അവളൊന്നും മൂളി. പക്ഷേ ആ മൂളലിന് പോലും അത്ര ശക്തിയില്ല. എൻ്റെ കുഞ്ഞെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി അത് ഓർത്തിരുന്ന് ടെൻഷൻ ആവണ്ട. നമ്മൾ പോകുന്നത് വരെ ഇവിടെ പാചകം ചെയ്യാൻ നാളെ മുതലൊരു ചേച്ചി വരും. അല്ലാതെ നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് എനിക്കറിയാലോ. പാവം തോന്നിയപ്പോൾ അഗ്നി പറഞ്ഞു. ആണോ? അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അത് കണ്ട് ചിരിയാണ് വന്നതവന്. ഇങ്ങനൊരു പെണ്ണ്. നീ പോയി ചായ ഇട്, ഞാനപ്പോഴേക്കും ഒന്ന് കുളത്തിൽ പോയിട്ട് വരാം. അവിടെയെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് തന്നെ കുളിച്ചേക്കാം, അഗ്നി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ജ്വാല നേരെ കിച്ചണിലേക്കും. തുടരും.